we'll hear from God's word. Open your Bibles to the Epistle of Ephesians, chapter 1, verse 3 to 7. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യമാണ്. മൈക്കിനകത്തൂടെ ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കണം. The Epistle to Paul written to Ephesians, chapter 1, verses 3 to 7. Here we go. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. മതി. Stefia, can you read in English? Okay. Can you hand over the mic to Stefia? Okay, you got it. No. Read it loud, okay? Blessed the God and the Father of our Lord Jesus Christ, who hath blessed us with every spiritual blessing in heavenly places in Christ, even as he chose us in him before the foundation of the world, that we should be holy and without blemish before him in love, having foreordained us into adoption as sons through Jesus Christ unto himself, according to the good pleasure of his will, to the praise of glory of his grace, which he freely bestowed on us in the beloved, in whom we have redemption through his blood, the forgiveness of our trespasses, according to the riches of his grace. Thank you. God bless you. ദൈവവചനത്തിനായി ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. Praise God for this blessed word. ഇന്ന് പകലിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. Let's be in the presence of the Lord with prayer. എറിക്, come front. ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. Apostle Paul says that what we have received from God. 6 കൂട്ടം കാര്യങ്ങളെ അദ്ദേഹം വിരൽ ചൂണ്ടിക്കാണിക്കുന്നു. 6 കൂട്ടം കാര്യങ്ങളെ. There are 6 different things that he is pointing out. ഒന്ന്, ക്രിസ്തുവിൽ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. First he says that he has been blessed with all spiritual blessing from the heavenly places. അടുത്തത്, ക്രിസ്തുവിൽ അവൻ നമ്മെ ദത്തെടുത്തു എന്ന് പറയുന്നുണ്ട്. And in Christ he has adopted us is the second. 3, ക്രിസ്തുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. And we can that he has chosen us in Christ. ക്രിസ്തുവിൽ നമ്മെ മുൻ നിയമിച്ചു എന്ന് പറയുന്നുണ്ട്. And he has predestined us in Christ. അപ്പോൾ തന്നെ ക്രിസ്തുവിൽ നമ്മെ വീണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. And then also is that he has redeemed us from through Jesus ഇന്ന് Christ. പകലിൽ എൻ്റെ പ്രസംഗത്തിന് ഒരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം: we are chosen. നമ്മൾ ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. If I want to give a title, I can give like this: we have been chosen by Jesus. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പ്രസംഗ വിഷയമാണ്. And all these verses are the messages. എന്നാൽ ഇതെല്ലാം പറയാൻ എൻ്റെ മുൻപിൽ സമയമില്ല. And I don't have time to speak ഇന്ന് everything. പകൽ അതിനകത്ത് നിന്ന് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. And only one thing is what I want to discuss. ക്രിസ്തുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. He has chosen us in Christ. വേദ പഠന ശാസ്ത്രത്തിലെ, പ്രത്യേകിച്ച് തിയോളജിക്കൽ സർക്കിളിൽ പഠിച്ചവർക്കറിയാം, സോറ്റീരിയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. And there is a soteriology in the theological subject. വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പഠന വിഷയമാണ് സോറ്റീരിയോളജി. And the subject matter for that is the discussion about the fallen man. നമ്മുടെ രക്ഷ എങ്ങനെയാണ് ലഭ്യമായതെന്ന് പറയുന്ന ഒരു അസാധാരണമായ ഒരു പഠിപ്പിക്കലാണ് സോറ്റീരിയോളജി. And soteriology is all about how we can be redeemed about the fallen man. അപ്പം അതിന്റെ ഒരു ഭാഗം ചേർത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. And we are going to just learn from that phrase. അപ്പം ഇവിടെ ഈ വേദഭാഗം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, when we learn about these particular verses, ഒരു 3 ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. there are 3 questions that's been raised up. ഒന്ന്, നമ്മെ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? And what is the need of our election? നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? Why we were elected? രണ്ടാമത്തേത്, നമ്മെ എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? And what was the time of our election? 3, നമ്മെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? And why we were elected? അപ്പം ഈ 3 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോൾ നമ്മുടെ രക്ഷയുടെ അർത്ഥം
അർത്ഥം നമുക്ക് മനസ്സിലാവും. And if we get the answer of all these things, the answer for the salvation comes in. അപ്പം ഞാൻ പറഞ്ഞു നമ്മെ തിരഞ്ഞെടുക്കുന്നതിന്റെ ആവശ്യകത എന്താ. And the first, what was the need of our salvation? അപ്പം നമുക്കൊരു ഭൂതകാല ചരിത്രം ഉണ്ടായി. That means there is a history behind it. രണ്ട്, നമ്മുടെ സമയം എപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. When was the time that we were saved? മൂന്ന്, എന്തിനു വേണ്ടിയാണ്, അതിന്റെ പർപ്പസ് എന്താ, ഉദ്ദേശം എന്താ. And what was the purpose of that election? ഒന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ In the first part, അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. and this is what we read. അവൻ നമ്മെ തിരഞ്ഞെടുത്തു. He has chosen us. എന്തിനാണ് തിരഞ്ഞെടുത്തത്? Why did he choose us? റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ ഞാൻ ക്ഷണിക്കുകയാണ്. And I am attaining your attention to Romans chapter 3. അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് 10 വായിക്കുന്നത്. to 12 we read like this. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അടുത്ത വാക്യം പോയിട്ട്, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്തിനാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്. Here we read that why we were elected. അപ്പം സ്വർഗസ്ഥനായ ദൈവം സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് നോക്കിയിട്ട് ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുകയാണ്. And Heavenly Father looking down, he is declaring one thing. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. There is no righteous, none indeed. അപ്പം നമ്മളെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യകതയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. And I am telling you what's the need of our election. അപ്പം എല്ലാവരും, അതിന് 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി. And under the 23rd words we read that everybody lost by sinning. ആധുനിക വർഗത്തിൽ പിറന്ന സകല മനുഷ്യനും ഒറ്റ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, പാപി എന്ന പേരിൽ. And we all, the human mankind, was known with one name called sinners. എത്ര കുടുംബത്തിൽ ജനിച്ചാലും, എത്ര ആരാധിക്കുന്ന കുടുംബത്തിൽ ജനിച്ചാലും, എത്ര സ്തോത്രം ആത്മീയ പൈതൃകമുള്ള കുടുംബത്തിൽ ജനിച്ചാലും, ഈ ഭൂമിയിൽ ജനിച്ച വീഴുന്നവന്റെ എല്ലാം ഒരൊറ്റ പേരെയുള്ളൂ, അവൻ പാപിയാണ്, പാപത്തിൽ പിറന്നവൻ. Whatever may be your background or your education or the family, there is only one name given to that, yet you are sinner, and you are a sinner indeed. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, And this is what the psalmist calls out and says, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. in sin my mother took me in, പാപത്തിൽ ഞാൻ ഉരുവായി, and I was born in sin, അകൃത്യത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. and in my mother's womb and the integrity was. അപ്പം ഈ ലോകത്തിൽ പിറക്കുന്നവനെല്ലാം പാപത്തിൽ പിറക്കുന്നവനാണ്. And we can see anybody who is born, he is a sinner. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ വിഷയം നിങ്ങൾ മറക്കരുത്. You should not forget what I am telling. നമ്മളെ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് പറയുന്നത്. What is the purpose of our election? അപ്പം നമുക്കൊരു പഴയകാല ചരിത്രമുണ്ടായിരുന്നു. There is a history behind us. അതറിയണമെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ എഫേഷ്യൻസിലേക്ക് ഞാൻ തിരിക്കുകയാണ്. And I am turning your attention to Ephesians. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. And chapter 2 we read like അതിന്റെ this. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ 1 to 3 we read like this. അപ്പോൾ തന്നെ 11-12 വാക്യങ്ങളിൽ And 11 and 12. 9 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. There are 9 different things that has been told. നമ്മുടെ പരിതാപകരമായ അവസ്ഥ, The fallen situation of a man. നിങ്ങൾ എണ്ണിക്കോണം. Now you have to listen. ഒന്ന്, നമ്മുടെ എന്തായിരുന്നു നമ്മുടെ പഴയകാല ചരിത്രം. What was our previous history? ഒന്ന്, അതിക്രമങ്ങളാലും പാപങ്ങളാലും We മരിച്ചവരായിരുന്നു. were dead in transgression and sin. ദൈവം ചെയ്യുന്നത് ചെയ്യാതെയും ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു ഭൂതകാല ചരിത്രം There is a നമുക്കുണ്ടായിരുന്നു. history where we were all disobeying God. രണ്ടാമത്തെ ഭാഗം അവിടെ കിടപ്പുണ്ട്. Second part, നമ്മൾ അനുസരണക്കേടിന്റെ മക്കളായിരുന്നു. we were disobedient. ഹല്ലേലൂയ. നമ്മൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തെയും അനുസരിച്ച് നടന്നവർ. And we were people who were all walking according to the world and the rulers of the kingdom. അപ്പം ഈ ലോകം നമ്മിൽ വല്ലാതെ സ്വാധീനം ചെലുത്തി. This world really reflected us. മൂന്നാമത്തെ ഭാഗം നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. And the third part is that we were a child of wrath. ജഡത്തിന് എന്തു തോന്നുന്നുവോ അത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പഴയകാല There is ചരിത്രമുണ്ട്. a history that we did according to our flesh. 4, പ്രകൃതിയാൽ നമ്മൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. And we were Gentiles by nature. 5, നാം അഗ്രചർമ്മക്കാരായിരുന്നു. And then we were transgressors. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? And let us all, are you with me? നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ തുറക്കണമേ. And let us all open the Bible. നിങ്ങളുടെ എഫേസ്യ ലേഖനം 2-ലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. And I am calling out your attention to the second chapter of ഞാൻ 4 Ephesians. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. There are 4 things that I said. നമ്മുടെ പഴയകാല ചരിത്രം. Our history. 1, നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും We were മരിച്ചവരായിരുന്നു. dead in a transgression and sin. 2, ഈ ലോകത്തിന്റെ കാലഗതിയെ നമ്മൾ അനുസരിച്ച് നടന്നു.
നടന്നു. And we were all walked and followed the ways of the world. അപ്പോൾ തന്നെ ജഡമോഹങ്ങളിൽ നമ്മൾ നടന്നു. And we were walking in flesh. നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. We were the child of wrath. അപ്പോൾ തന്നെ നമ്മൾ ജാതികളായിരുന്നു. We were Gentiles. നാം അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. And we were all called as transgressors. No, uncircumcised. നോക്കിക്കേ, ഈ യഹൂദന്റെ മുൻപിൽ നമ്മളെല്ലാം അഗ്രചർമ്മക്കാരാണ്. And we can see that we are uncircumcised people before Jews. അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ In Malayalam, ഒരു പ്രമാണവും ഇല്ലാത്തവർ. we were people without law. അവര് നമ്മളെ നോക്കുന്നത്, യഹൂദൻ നമ്മളെ നോക്കുന്നത്, And the Jews, when they look at us, ഇവനൊന്നും ഒരു പ്രമാണവും ഇല്ലാത്തവനെന്നാണ്. these are the people without any law. അങ്ങനെ ഒരു പേരിന് അർഹരായിരുന്നു നമ്മൾ. And we were that was a name given to us. ആറാമത്തെ ഭാഗം ഇങ്ങനെയാണ് And the പറയുന്നത്. sixth, it is the നാം word. ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. We were people without Christ. 7 നാം ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. And we were not unto the citizen of Israel. 8 വാഗ്ദത്തങ്ങൾക്ക് നാം അന്യരായിരുന്നു. And we were away from the promise of God. 9 ഈ ലോകത്ത് നാം പ്രത്യാശയില്ലാത്തവരും We ദൈവമില്ലാത്തവരുമായിരുന്നു. were without hope and without God in this world. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, And let me tell you what the summary നമ്മുടെ is. തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകത എന്തായിരുന്നു? What was the necessity of our calling? എന്തായിരുന്നു നമ്മുടെ പഴയകാല What ചരിത്രം? was the history behind? നമ്മൾ അതിക്രമക്കാരായിരുന്നു. We were transgressors. നമ്മൾ We were ദൈവമില്ലാത്തവരായിരുന്നു. people without God. നമ്മൾ അഗ്രചർമ്മക്കാർ എന്ന് We were വിളിക്കപ്പെട്ടിരുന്നു. uncircumcised people. നമ്മൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. And we were people without Christ. ഇസ്രായേൽ പൗരതയോട് We സംബന്ധമില്ലാത്തവരായിരുന്നു. were not even close to the citizenship of Israel. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. We were away from the promise of God. എന്നാൽ കൃപയാൽ But by grace of God, അവൻ നമ്മെ തിരഞ്ഞെടുത്തു. He chose us. ഏത് മനുഷ്യന് പറയും എൻ്റെ യോഗ്യത കൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു? Who can tell that I qualify for this? ഏത് മനുഷ്യന് പറയാൻ പറ്റും? Who can tell? നിങ്ങൾ ഇസ്രായേലിന്റെ അവകാശങ്ങളെ നിങ്ങൾ പഠിക്കണം. You have to understand and learn about what are the Israelites' promise. മോനെ, റോമാലേഖനം 9:4 ഒന്നിട്ടേ. And Romans chapter 9 verses 4. നോക്കിക്കേ, ഇസ്രായേലിന്റെ അവകാശങ്ങൾ നിങ്ങൾ പഠിക്കണം. You have to know the different promises that was given to a prophet. പുത്രത്വം അവർക്കുള്ളതായിരുന്നു. We can say the adoption was given to them. തേജസ് അവർക്കുള്ളതായിരുന്നു. Glory was given to them. നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതായിരുന്നു. Covenants and the law and the worship, everything was given to them. നമുക്കൊന്നുമില്ലായിരുന്നു പ്രിയരെ. We were given nothing. ഒന്നുമില്ലായിരുന്നു. There was nothing. എന്നാൽ കൃപയാൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. But by the grace of God, He chose us. ഇന്ന് പകൽ ആ തിരഞ്ഞെടുപ്പ് ലഭ്യമായ എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many people are there that you have been elected? വായ്കളെ പൂട്ടി ഇന്ന് പകലിൽ ഇരിക്കരുത് കേട്ടോ. We should not close our mouth and sit down. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല തിരഞ്ഞെടുപ്പ് വന്നു വീണത്. My election didn't come because I was born in a ദൈവത്തിന് എന്നോട് തോന്നിയ കരുണയാണ്. It was the grace that was fallen upon അവൻ me by എന്നോട് God. തോന്നിയ കൃപയാണ്. Oh, it is a grace that's because of ഇന്ന് God. പകലിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. Hallelujah. Thank you, Jesus. അതുകൊണ്ടല്ല പാട്ടുകാരൻ പാടുന്നത്, this is എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ. And it says, മോനെ ഒന്നിടാമോ? എന്നെ തിരഞ്ഞെടുക്കുവാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം. ആദ്യമൊക്കെ ഞാൻ ഈ പാട്ട് പാടുമ്പം എനിക്കതിൻ്റെ ആ വരികളുടെ ആഴം എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ ഭാഗമൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നപ്പം ദൈവമേ, അങ്ങനെ തിരഞ്ഞെടുക്കാൻ ഒരു യോഗ്യതയില്ലായിരുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾക്ക് ഞാൻ അന്യനായിരുന്നു. I was excluded from all the promises. But still, എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശു. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ.
അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, Apostle Paul is saying, അവൻ നമ്മെ തിരഞ്ഞെടുത്തു. He elected us. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. In Christ He chose us. ഇന്നലെ നമ്മൾ ഒരുമിച്ച് മൾട്ടികൾച്ചറൽ ഫെസ്റ്റിവലിൽ പോയിരുന്നു. We all went to the multicultural festival. സാധാരണമായ ഒരു അനുഭവമായിരുന്നത്. And that was a great experience and extraordinary. അവിടെ ഞങ്ങൾ പലരോട് യേശുവിനെ പ്രസന്റ് ചെയ്തു. And so many people we presented Jesus. എന്നാൽ ഒരു പുള്ളിക്കാരി എന്നോട് എൻ്റെ അടുത്ത് വന്നു. And there's one person who came to me. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എന്നോട് വന്ന് സംസാരിക്കുന്നത്. And she was in a different background. പുള്ളിക്കാരി വന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. And she asked me so many things. എന്നിട്ട് അവസാനം പുള്ളിക്കാരിയുടെ ആ ഒരു ചോദ്യത്തിലേക്ക് കടന്നു. And she came into that question. ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ ദൈവം ആംഗ്രി ഗോഡാണ്. Your God is an angry God. എന്തുകൊണ്ടാണ് ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നത്? Why you are worshipping that God? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? And I asked why you are saying like that. പുള്ളിക്കാരി പറഞ്ഞു, പഴയ നിയമത്തിലേക്ക് നോക്കണം. And you should say you should look into the Old ഒരു Testament. കാര്യം അറിയാവോ, ഇവർക്ക് ബൈബിൾ നല്ലവണ്ണം അറിയാം. And she knows this Bible like up front to back. ഓരോ ഇൻസിഡന്റ് ഒന്നിന് പുറകെ ഒന്നായി അവർ പറയാൻ തുടങ്ങി. And she started telling one incident after the other. ഒന്ന് പറഞ്ഞു, പുള്ളിക്കാരി പറഞ്ഞു നോവയുടെ ജലപ്രളയത്തെ കുറിച്ച് പറഞ്ഞു. And the flood of during the time of Noah, she's സ്നേഹവാനായ ദൈവമെന്നാണ് നിങ്ങൾ പറയുന്നത്. Are you saying this is the loving God? എന്നാൽ എന്തുകൊണ്ടാണ് ആ ദൈവത്തിന് മാനവരാശിയെ നശിപ്പിക്കാൻ തോന്നിയത്? If that is the case, then why God, your God destroyed the man? നിങ്ങൾ പറയുന്നില്ലേ അവൻ നല്ലവനാണെന്ന്? You say that your God is good. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഒരു ജനതയെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞത്? Why the whole humankind was destroyed during that time? എന്തുകൊണ്ടാണ് ഒത്തിരി യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്? Why so many wars are happening? എന്തുകൊണ്ടാണ് ഇന്നസെന്റ് പീപ്പിളിനെ ദൈവം കൊന്നുകളയുന്നത്? Why innocent people are dying? പുള്ളിക്കാരി അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ചോദ്യങ്ങൾ They ചോദിക്കാൻ തുടങ്ങി. started one after the other. ഞാൻ തിരിച്ച് കൗണ്ടർ പറയാൻ തുടങ്ങി. And I started telling ഞാൻ countering. പറഞ്ഞു, പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വരിക. And I said, come to the New Testament. നിങ്ങൾക്ക് അവിടെ സ്നേഹവാനായ ദൈവത്തെ കാണാൻ You കഴിയും. can find a loving അപ്പം God. എന്നോട് ചോദിച്ചു, അപ്പം പഴയ നിയമം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? And then he says that do you not believe the Old Testament? എന്തുകൊണ്ടാണ് പഴയ നിയമം നിങ്ങളുടെ ബൈബിളിൽ ഉള്ളത്? Why even Bible you have an Old Testament? ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവിൻ്റെ അച്ചായൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു 2 തോട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തു. ഒന്ന്, പഴയ നിയമം എന്ന് പറയുന്നത് നീതിമാനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ് പഴയ നിയമം. And the Old Testament declares the righteous God. അപ്പം ഈ നീതിമാനായ ദൈവത്തിന്റെ പ്രത്യേകത, നീതിയിൽ നിന്ന് അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. The speciality of that God is that he will never turn left or right with that righteousness. പാപം ചെയ്യുന്നവനെല്ലാം മരിക്കണം. All those who do sin should die. പല്ലിന് പല്ല് അങ്ങനെയായിരുന്നു, കണ്ണിന് കണ്ണ് അങ്ങനെയായിരുന്നു. And for the teeth and for the eye. അപ്പം നീതിമാനായ ദൈവത്തിന് നീതി വിട്ട് ഒരു പരിപാടിയില്ലായിരുന്നു. The righteous God, there was nothing against his righteousness. ദൈവത്തിന്റെ 2 ഡിവൈൻ നേച്ചറാണ് ഈ വിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നത്. And in the word of God we can see 2 different divine nature. ഒന്ന്, പഴയ നിയമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിമാനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. And the Old Testament declares the righteousness of God. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, the Old Testament is the law of God righteousness. ദൈവത്തിന്റെ നീതിയുടെ പ്രമാണമാണ് പഴയ നിയമം. And the Old Testament we can call it as the law of righteousness. പുതിയ നിയമം എന്ന് പറയുന്നത് the law of God's love. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രമാണമാണ് പുതിയ നിയമം. And the New Testament is the law of love. അപ്പം പഴയ നിയമത്തിൽ അതുകൊണ്ടാണ് ദൈവം പലർക്കും റിച്വൽസ് കൊടുക്കുന്നത്. And that's the reason he was giving different rituals in the Old ഒറ്റ Testament. പദ്ധതിയുള്ളായിരുന്നു, എങ്ങനെയെങ്കിലും അവർ ദൈവത്തിന് കൂടെ നിൽക്കണം. And somehow they should stand with the God. That's all its intention. ദൈവവുമായി റിലേഷൻഷിപ്പിൽ വരണം. They should come in relationship അതിന് with God. ദൈവം താൻ പല മുഖാന്തരങ്ങൾ അവർക്ക് കൊടുത്തു. And there were so many other reasons was given to them for that. മോശ മുഖാന്തരം ന്യായപ്രമാണം അവർക്ക് കൊടുത്തു. And we can see he gave the law and commandment through Moses. അവിടെ ഒന്നും അവർക്ക് ദൈവവുമായി അടുക്കുവാൻ കഴിയുന്നില്ല. Or all those places they couldn't come near to God. അവരുടെ പാപത്തെ മറയ്ക്കാൻ കഴിയുന്നുണ്ട്. And they were able to hide their sin. അതിൽ നിന്ന് ക്ഷമ പ്രാപിക്കാൻ അവർക്ക് കഴിയുന്നില്ല. But somehow they were not able to get redeemed from അവരുടെ that. forgiveness അവർക്ക് അവിടെ They ലഭ്യമാകുന്നില്ല. couldn't get forgiveness from them. അവർക്ക് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തു. Oh, they did everything that they can. ദൈവത്തിന്റെ നീതിയുടെ പ്രമാണം
പ്രമാണമാണ് പഴയ നിയമം. And the law of righteousness is what the Old Testament is. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. Because the one who sins, he should die. എന്നാൽ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ But the other part of it, സ്നേഹവാനായ ദൈവത്തെ we can കാണിക്കുകയാണ്. see a loving God. നോക്കിക്കേ, നീതിമാനായ ദൈവം The righteous God, പാപിയായ മനുഷ്യനെ തേടി വരുന്ന he is coming to see ഒരു the sinner. സ്നേഹത്തിന്റെ പ്രമാണം നിറഞ്ഞു നിൽക്കുന്നതാണ് പുതിയ നിയമം. The law of love is fulfilled and is in fullness in the New അവിടെ Testament, സ്നേഹവാനായ ദൈവത്തെ പ്രദർശിപ്പിക്കുന്നു. where we can see a display of the loving God. നമുക്കറിയാം പഴയ നിയമത്തിൽ രക്തച്ചൊരിച്ചിൽ വേണം പാപത്തിന് ക്ഷമ ലഭിക്കുവാൻ. And we can see in the Old Testament we need the blood for being redeemed. രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ അവിടെ പാപത്തെ ക്ഷമിക്കാൻ We can കഴിയത്തില്ല. see the forgiveness of sin cannot be without the blood in the Old അവിടെ നമ്മൾ Testament. കാണുന്നത് കോറ്റന്മാരുടെ ബ്ലഡ് അവിടെ വീണിട്ടുണ്ട്. And we can see the lamb, the blood of the lamb was there fallen, കുറുപ്രാവിന്റെ രക്തം വീണിട്ടുണ്ട്. and the blood of the dove was there. എന്നാൽ ആ രക്തത്തിന് ഫൊർഗീവ്നെസ്സിലേക്ക് മാനവരാശിയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. But the humankind cannot be redeemed by those blood. എന്നാൽ ഈ ദൗത്യം ഏറ്റെടുത്ത ഒരുവൻ കാൽവറിയിൽ പിടഞ്ഞു മരിക്കുന്നുണ്ട്. And there was one who died on the cross by taking this job. മാനവരാശിയുടെ പാപത്തിന് വേണ്ടി ഒരുവൻ മരിക്കുന്നുണ്ട്. There is one who died on the cross for this humankind. സ്നേഹത്തിന്റെ പ്രമാണം നിനക്ക് അവിടെ കാണാം. You can see the law of love over there on the cross. നിനക്ക് അവിടെ കാണാം അവനെ. You can see a person on the അവിടെ അവൻ cross. വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. There is a voice that's been called. തെറ്റലസ്റ്റായി, തെറ്റലസ്റ്റായി. Do you know that meaning of testelestai? എന്താണ്? What is that meaning? എല്ലാം കഴിഞ്ഞതോ ഞാനും ഇത് തന്നെയാ ഞാനും എൻ്റെ മനസ്സിലും കൊണ്ട് നടന്നേ. And I also had the same feeling. കഴിഞ്ഞ ദിവസം ഇതിന്റെ അർത്ഥം ഞാനൊന്ന് പരതി. And I started to looking for this particular അതിന്റെ meaning. കറക്റ്റ് അർത്ഥം എന്താണെന്നറിയാം? This is what the right meaning. Paid it all എന്നാണ്. Paid it all. It's paid it all. കൊടുത്തു തീർത്തു. And I have given it all. അപ്പൊ കർത്താവ് അവിടെ കിടന്ന് പറയുക, And God is telling for the cross. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടുന്നതെല്ലാം അവൻ കൊടുത്തു തീർത്തു. Oh, for our salvation He has paid it all. ഇനി ഒരു യാഗവും ശേഷിച്ചിരിപ്പില്ല. There is no more sacrifice left. ഇനി ഒരു യാഗവും ശേഷിച്ചിരിപ്പില്ല. There is no more sacrifice left. അവൻ വിളിച്ചു പറയുന്നു, സകലതും കൊടുത്തു തീർത്തു. He is calling out and saying, I paid it all. Amen. Amen. ഞാൻ ഇങ്ങനെ കൗണ്ടർ ചെയ്യുക പുള്ളിക്കാരിയായിട്ട്. And I was just giving that counter to that person. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരി അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. And after some time the person started not so comfortable. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുവൻ തീർന്നു. And he said, for your salvation somebody അവൻ died. അവിടെ വിളിച്ചു പറഞ്ഞു, ടെറ്റലസ്റ്റായി. And he called out testelestai. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് And ആഗ്രഹമുണ്ട്. then I said, I would like to pray for you. പുള്ളിക്കാരി പെട്ടെന്ന് പോയി. And she went away. വളരെ ദേഷ്യത്തോടെ പോയി. And she was with anger. പ്രിയരെ, ഇന്ന് പകല് ഞാൻ പറയട്ടെ, And let me tell you one thing. നമ്മുടെ രക്ഷയ്ക്ക് പകരം വെക്കുന്ന ഒരു സാധനവും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. And there is nothing that has been compared to the salvation that we ഇന്ന് have. പകൽ നീ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞോണം. You have to understand the joy of the salvation that you have. ഇന്ന് പകൽ രക്ഷയുടെ സന്തോഷം മടക്കി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. You have to call and pray that give me the joy, the salvation ഈ return. ലോകത്തെ നോക്കി ഈ ലോകത്തിലുള്ളതെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുക, ദൈവമേ ആ രക്ഷയുടെ സന്തോഷം എനിക്കൊന്ന് മടക്കി തരണം. By seeing the worldly pleasures, if you are blind indeed, let me call out and tell you have to say, give me back the joy of the salvation, Lord. ഹല്ലേലൂയ. കാരണം ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പലതിലുമാണ് നമ്മുടെ പ്രയോറിറ്റി. And we have our priorities are in this world. പ്രിയരെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ്, നമുക്കെല്ലാം ബ്ലെസ്സിങ് വേണം. We all need blessing. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി And more than that, നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക. you have to understand why we were chosen. എന്തിനാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്? Why did God choose me? എവിടെ നിന്നാണ് ദൈവം എന്നെ From തിരഞ്ഞെടുത്തത്? where did God choose me? ആർക്കും വേണ്ടാതെ കിടന്ന നമ്മളെ, Oh, we were once betrothed. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മളെ, With the transgressions we were behind. വാഗ്ദത്തത്തിന് ഒരു അന്യരായിരുന്ന നമ്മളെ Oh, we were away from the promise of God. ദൈവത്തിന്റെ മകനും മകളുമാക്കിയെങ്കിൽ, If He has made the sons and daughters, പുത്രത്വം തന്നെങ്കിൽ, if He has given and adopted us, ഇന്ന് പകലിൽ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. oh, for that we have to praise God. മറ്റാർക്കും ലഭിക്കാത്ത ഒരു പദവി അവൻ തന്നെങ്കിൽ, He has given a person a place. ഇന്ന് പകലിൽ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. You have to praise God for it. Hallelujah. ഒന്ന് ഞാൻ പറഞ്ഞു, എന്തിനായിരുന്നു തിരഞ്ഞെടുപ്പ്?
First, I said why we were elected. 2, എപ്പോഴായിരുന്നു തിരഞ്ഞെടുപ്പ്? Second, when we were elected. എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ Let's turn to the ക്ഷണിക്കുകയാണ്. Ephesians. നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ അത് കിടപ്പുണ്ട്. In what we read, it is written exactly the same way. എപ്പോഴായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പ്? When was our adoption? അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. This is what we read. ലോക സ്ഥാപനത്തിന് മുൻപേ. Before the creation of the world. ഇത് ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. And when I read it, I was really ഈ astonished. ഭൂമിയും ഭൂമണ്ഡലവും ഉണ്ടാകുന്നതിന് മുന്നേ. Before the heaven and the earth was built. ഹലോ ഈ ഭൂമിയും ഭൂമണ്ഡലവും ഉണ്ടാകുന്നതിന് മുമ്പേ, before the earth was or the heaven was made, ദൂതന്മാരും സ്വർഗ്ഗാദി സ്വർഗ്ഗവും ഉണ്ടാകുന്നതിന് മുമ്പേ, before the angels and the heavens was not സകല made, ചരാചരങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പേ, before every creature was made, ത്രിയേക ദൈവം മാത്രമുള്ളപ്പോൾ, oh, there was when the Trinity, the God was only there. അവിടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞൊരു മർമ്മമായിരുന്നു ഞാൻ. Oh, this was a mystery that was hidden behind ലോക God. സ്ഥാപനത്തിന് മുൻപേ അവൻ എന്നെ തിരഞ്ഞെടുത്തു. Oh, he caught me before the heavens were made. Hallelujah. ഇന്ന് പകൽ ആ സന്തോഷം ഉണ്ടാകണം കേട്ടോ. Oh, you should have that joy. നിങ്ങൾ മോശയെ നോക്കണേ. Oh, you have to see the Moses. മോശയ്ക്ക് ഈ വെളിപ്പാടില്ലായിരുന്നു. Moses didn't have this particular mystery. 90-ാം സങ്കീർത്തനത്തിൽ മോശ ഇങ്ങനെ എഴുതുന്നത്. And in 19th Psalm, this is what he wrote in നീ Revelation. തലമുറയായി ഞങ്ങളുടെ സങ്കേതം. Oh, you are by generation to generation our God. മോശയുടെ ആരംഭം എന്ന് പറയുന്നത് ഒരു തലമുറയിൽ മാത്രം ചെന്ന് നിൽക്കുകയാണ്. And his walking is finishing in one generation. അവരുടെ എല്ലാം പിതാക്കന്മാരിൽ മാത്രം ചെന്ന് നിൽക്കുകയാണ്. His every walk is finishing with his father. ആ ഒരു ആത്മീയ വെളിപ്പാടേ മോശയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. He never had only that type of revelation. അബ്രഹാമിന്റെ ദൈവം, Oh, he says the Abraham's God, ഇസഹാക്കിന്റെ ദൈവം, the God of Isaac, യാക്കോബിന്റെ ദൈവം, God of Isaac. അവൻ ഞങ്ങളുടെ തലമുറയായി ഞങ്ങളുടെ ദൈവമാണ്. He is our God from generation to generation. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ When we come to the New Testament, അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, Apostle Paul calls out, എന്റെ ആരംഭം ഒരു തലമുറയിൽ നിന്നല്ല. oh, this is my calling us not from a generation. ലോക സ്ഥാപനത്തിന് മുൻപേ, Oh, it was from before the foundation of the earth. മുൻപേ, Before the foundation of the earth. സകലതും ഉരുവാകുന്നതിന് മുൻപേ, Before everything was അവൻ എന്നെ created, തിരഞ്ഞെടുത്തു. he called me and he predestined me. Hallelujah. ഇതാ നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ആരംഭം എന്ന് പറയുന്നത്. This is where we were chosen. ഇന്ന് പകലിൽ സന്തോഷിക്കണം കേട്ടോ. You have to be joyful. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയോർത്ത് സന്തോഷിക്കണം. Therefore, when you're looking into your salvation, you should be joyful. നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഞെരുങ്ങുകയാണെങ്കിലും, Oh, even though in other things we are in sadness or in trouble, നമ്മളിൽ വന്ന രക്ഷയുടെ സന്തോഷത്തെ കെടുക്കരുത്. or never destroy the joy of the salvation. കെടുത്തരുത് കേട്ടോ. Oh, we should not shut it down, those joy. ഈ ലോകത്തിലുള്ള വിഷയം നമ്മുടെ രക്ഷയുടെ സന്തോഷത്തെ കെടുത്തരുത് The കേട്ടോ. worldly pleasure should not shut our joy of salvation. ഇന്ന് പകലിൽ ആത്മാവ് സഭയെ ബുദ്ധി ഉപദേശിക്കുന്നു, രക്ഷയുടെ സന്തോഷത്തിലേക്ക് മടങ്ങി വരിക. Today the Holy Spirit is calling out and say, come back to the joy of your salvation. Hallelujah. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ I'm പോകുകയാണ്. going to pray with saying the third word. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം എന്തായി? What was the purpose of our ഇന്ന് salvation? പകലിൽ ആ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. I'm going to pray after telling that. ആ ഭാഗത്ത് എഫേസ്യ ലേഖനം 1:4 നമ്മൾ ഇങ്ങനെയാണ് And വായിക്കുന്നത്. the fourth verses we read like this. എന്തിനായിരുന്നു ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? Why God chose us തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. to be holy and blameless. മറ്റൊരു ഭാഗത്ത് കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. And the Colossians we read like this. 1:21-22 1:21 and 22. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അവൻ നമ്മെ നിരപ്പിച്ചു. Amen. വായിക്കാമോ? And there were sometime alienated and enemies in your mind by wicked works, yet now hath he reconciled in body of his flesh through death, to present you holy and unblameable, unreprovable in his sight. ജസ്ലൻ ബ്രദറെ, നമ്മൾ സ്വാഭാവികമായി പറയുന്ന ഒരു പദമുണ്ട്. And Brother Jaslin, we normally say these things. ദൈവം എന്തിനാണ് എന്നെ വിളിച്ചത്? Why did God call me? നമ്മൾ പറയാറുണ്ട് ആരാധിക്കാൻ എന്നെ വിളിച്ചത്. And we say that God called me to worship. യെസ്, ആരാധന ഒരു ഭാഗമാണ്. Worship is just one part. എന്നാൽ നമ്മൾ വിളിച്ചതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്താണ്? What is the most important thing why God called us? ആരാധന മാത്രമായിരുന്നെങ്കിൽ ദൂതന്മാരോട് പറഞ്ഞാൽ മതിയായിരുന്നു. And if it was only worship, he could have just commanded angels എന്നാൽ only. എന്തായിരുന്നു നമ്മുടെ വിളിയുടെ ഉദ്ദേശം? And what was the reason that God called us? നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം. What was our calling, or why he called us? 3
പദങ്ങൾ നമ്മൾക്കിവിടെ There കാണാം. are 3 verses we see. ഒന്ന് വിശുദ്ധർ, First is holy, 2 നിഷ്കളങ്കർ, and which is blameless, 3 കുറ്റമില്ലാത്തവർ. and I say that unreprovable. ഈ 3 പദങ്ങളാണ് നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. And these are the 3 things that is associated with our salvation. എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചത്? Why God called us വിശുദ്ധരാകാൻ, to be holy, നിഷ്കളങ്കരാകാൻ, to be unblameable, കുറ്റമില്ലാത്തവരായി and unreprovable, ദൈവത്തെ ആരാധിക്കാം. to worship ഈ God. 3 ഭാഗം എന്ന് പറയുന്നത് 3 ഗ്രീക്ക് വേർഡാണ്. They are 3 different Greek words. ഒന്നാമത്തെ ഗ്രീക്ക് വേർഡ് ഹഗിയോസ് എന്ന And പദമാണ്. the first word is called hagios, അത് ഹോളി എന്ന അർത്ഥമാണ്. and that means the holy. ദൈവിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. And this is with respect to the holiness of God. അപ്പം ദൈവത്തിന്റെ മുൻപിൽ നല്ല സാക്ഷ്യം നമ്മൾ പ്രാപിക്കണം. We should be a good testimony before. We should have a good testimony before God. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, God is saying like this. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും As I'm വിശുദ്ധരായിരിക്കണം. holy, you should be holy. അപ്പം ഹോളി എന്ന് പറയുന്നത് ദൈവിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് When we കിടക്കുന്നു. say holiness, it just compares to the holiness of God. രണ്ടാമത്തെ പറയുന്ന അമെംറ്റോസ് എന്ന പദമാണ്. And the second word is called അതിന്റെ amentos. പേര് ബ്ലെയിംലെസ് എന്ന It അർത്ഥമാണ്. means blameless. എന്താണ് ബ്ലെയിംലെസിന്റെ അർത്ഥം? What does mean by blameless? മനസാക്ഷിയുമായി നല്ല ഒരു സാക്ഷ്യം പ്രാപിക്കണം. You should have a testimony in your conscience. ഇന്ന് പകലിൽ ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ When I am telling something from here, മനസാക്ഷി എന്നെ കുറ്റം വിധിക്കരുത്. my conscience should not blame me. ഹല്ലേലൂയ. Hallelujah. ഒന്ന് ദൈവവുമായി നല്ല സാക്ഷ്യം പ്രാപിക്കണം. First, we should have a good testimony before God. 2 നമ്മുടെ മനസാക്ഷിയുമായി നല്ല സാക്ഷ്യം പ്രാപിക്കണം. Second, in consciousness, we should have a nice testimony. ഇവിടെ നിന്ന് എന്തെങ്കിലും പറയുമ്പോൾ ചുമ്മാ പറയാന്ന് മനസാക്ഷി പറയരുത്. And you should not, your conscience should not say that, oh, it is just simply saying. ദൈവത്തിന്റെ മുൻപിൽ നല്ല സാക്ഷ്യം, Oh, before God, you should have good testimony. മനസാക്ഷിയുടെ മുൻപിൽ നല്ല സാക്ഷ്യം. And through consciousness, you should have good testimony. മൂന്നാമത്തെ ഗ്രീക്ക് വേർഡാണ് അനെപിലെംറ്റോസ്. And the third word is anepilemtos. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് above reproach എന്നാണ്. And that meaning is above reproach. ഹല്ലേലൂയ. ഈ 3 പദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. And we can see through salvation, these are the 3 words that is associated. എന്താണ് അനെപിലെംറ്റോസ് എന്ന വാക്കിന്റെ What do you mean by anepilemtos? ഞാൻ പറഞ്ഞു ദൈവത്തിന് മുൻപാകെ സാക്ഷ്യം വേണം. I said that you should have a testimony before God. നിങ്ങളുടെ മനസാക്ഷിയുടെ മുൻപാകെ സാക്ഷ്യം വേണം. And you should have a good testimony in your consciousness. 3 മറ്റുള്ളവരുടെ മുൻപാകെ സാക്ഷ്യം വേണം. And third, you should have a good testimony before everybody. അതുകൊണ്ടാണ് പൗലോസ് തന്നെ പറയുന്നത്. That's what the Paul says. ഗലാത്യർക്കും ടൈറ്റസിനും ഒക്കെ താൻ ലേഖനം എഴുതുമ്പോൾ And when he is writing to Galatians and Titus, തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, this is what Paul says to Timothy. നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ നല്ല സാക്ഷ്യം പ്രാപിച്ചു. Before you, we have a good testimony. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ In good Malayalam, when I say it, വീട്ടിൽ കയറ്റാൻ കൊള്ളാകുന്നവരാകണം. and I should be a person that should be invited in everybody's house. മനസ്സിലായോ? Did you understand? എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചത്? Why did God call us? നമ്മുടെ രക്ഷയുടെ ഉദ്ദേശം എന്താണ്? What is the importance of our salvation? ഒന്ന്, One, ദൈവം മുൻപാകെ വിശുദ്ധനായി ജീവിക്കുക. we should be holy before God. 2, നല്ല മനസാക്ഷി ഉണ്ടാകുക. Second, we should have a good consciousness. 3, മറ്റുള്ളവരുടെ മുൻപിൽ നല്ല സാക്ഷ്യം And we പ്രാപിക്കുക. should have a good testimony before everybody. ഇതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്ന് And പറയുന്നത്. this is the importance of our calling. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. And I'm just reading one more verses and finishing. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 തെസ്സലോനിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. And we read in Thessalonians like this. 2 തെസ്സലോനിയർ 2:13. 2:13 of 2 Thessalonians. നമുക്ക് ദൈവത്തിന് അറിയാം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ലെന്ന്. And God knows that it cannot be possible by alone. അവിടെ by ഇങ്ങനെയാണ് us. പറയുന്നത്, കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, He says, "Oh my beloved brethren, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും and you have been called into the sanctification unto salvation, സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു." and you were chosen from the beginning unto the salvation and sanctification of the spirit and belief of the പ്രിയരെ, truth. ദൈവത്തിന് അറിയാം നമ്മളെ ഒറ്റയ്ക്ക് ഈ പരിപാടി നടക്കത്തില്ല. And God knows that we alone cannot do this. അതിന് കർത്താവ് നമ്മുടെ മേൽ ഏൽപ്പിച്ചതാണ് പരിശുദ്ധാത്മാവ്. And that's the reason Holy Spirit was given to us. ആത്മാവ് നിങ്ങളെ നടത്തുമ്പോൾ And when the Spirit guides you, നിങ്ങളെ നല്ല ആലോചനക്കാരനായി നിങ്ങളുടെ കൂടെ ഇരിക്കും. He will be there as a good person to guide you. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. And He will give you and He reproach you and He'll make you surely walk through the righteousness. നിങ്ങൾ ഒരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആത്മാവ് നിങ്ങളെ തടുക്കും. When you go and walk into a wrong path, He will stop you. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മാവിൽ ജീവിക്കാൻ നമുക്കൊരു കൊതി ഉണ്ടാകണം. You should have a heart to walk in spirit. ആത്മാവിനെ സെൻസ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ലൈഫ് നമുക്കുണ്ടാകണം. You should have a Christian life that you sense
ആത്മാവിനെ ഹിയർ ചെയ്യാൻ നമുക്ക് കഴിയണം. You should hear the Holy Spirit. അതിനായി നമ്മുടെ കാതുകളെ നമ്മൾ ട്യൂൺ ചെയ്യണം. And we should tune our ears for that. ആത്മാവിനെ ഒബേ ചെയ്യാൻ നമ്മൾ പഠിക്കണം. We should be obeying the Holy Spirit. ആത്മാവ് പോകരുതെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകരുത്. We should not go to the place where the Holy Spirit says no. ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. If it has been said no to, don't do it, you should not do it. കാരണം എന്താണെന്നറിയാമോ? What is the reason? ഒരു സമയം വരുന്നുണ്ട്. There is a time that's going to come. കറയും വാട്ടവും ചുളുക്കവും മാലിന്യവുമില്ലാത്ത ഒരു മണവാട്ടിക്കായി എൻ്റെ കാന്തൻ വരുന്നുണ്ട്. Oh, there is a bride that is going to come to take a bridegroom that's going to come to take his bride that is unblemished. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ രക്ഷയുടെ സന്തോഷം തിരികെ തരാൻ പ്രാർത്ഥിക്കേ. So that's therefore you started praying, give me the joy of the നമ്മുടെ salvation. തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയാൻ You have to understand what is the importance and the purpose of calling. നമ്മൾ എവിടെ കിടന്നവരായിരുന്നു എന്ന് തിരിച്ചറിയണം. You have to understand where we were. പകലിൽ നല്ലൊരു ക്രിസ്തീയ ജീവിതം കാഴ്ചവെപ്പാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. May the Lord help us to have a great Christian life. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടിന്റെ ഈരടികൾ പാടി നമ്മൾ നിർത്തുകയാണ്. Amen. Thank you, Jesus. ഇങ്ങനെയാണ് പാടുന്നത്. ആശ ഇച്ഛ ഒക്കവേ അടക്കി ഓടുകിൽ ആശ വെച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ഭംഗമില്ലാതെ ഓടിയാൽ കിരീടം പ്രാപിക്കാം. ആ പാട്ട് ഒന്ന് നമുക്കൊന്ന് ചേർന്ന് പാടാമോ? എഴുന്നേറ്റ് നിൽക്കാൻ കഴിവുള്ള ദൈവമക്കൾ. ആശയിച്ച ഒക്കവേ അടക്കി ഓടുകിൽ ആശ വെച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ആശയിച്ചയൊക്കവേ അടക്കി ആശ വെച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി ദേവനോടോടി ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി ദേവനോടോടി അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ.
കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ പറഞ്ഞ പ്രസംഗം മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ച നമ്മുടെ സാമി എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു കാര്യം പറയാം. മനെ എന്താണ്? പക്ഷെ പ്രസംഗമൊക്കെ നല്ലതായിരുന്നു. ഞാൻ 2-3 പേരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ലെന്ന് എന്നോട്. എന്റെ ചങ്കിനിട്ട് കുത്തുന്നത് പോലെ ഒത്തിരി ഒന്നും മനസ്സിലായില്ലേലും നമ്മുടെ രക്ഷ എന്താണ്, നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്, എപ്പോഴാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൽ നിലകൊള്ളാൻ സ്വയമേ പറ്റത്തില്ല. ആത്മാവിൻ്റെ സഹായം ചോദിക്കണം. ഈ വചനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇരിക്കാം. ഈ കിഡ്സ് can you come forward? 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞിട്ട് പോയിരിക്കണേ. കം ഫോർവേഡ്. നിങ്ങൾ മുന്നിൽ